മഞ്ചേശ്വരത്ത് വീണ്ടും മഞ്ചേശ്വരത്ത് UDF വീണ്ടും ലീഡ് തന്നെ തിരിച്ചു പിടിക്കുന്നു. AKM അഷ്റഫ് നിലവിലത്തെ MLA ആണ്. അദ്ദേഹം 2000-ൽ പരം വോട്ടുകൾക്ക് തിരിച്ചു വരികയാണ്. ഒരു ഘട്ടത്തിൽ K സുരേന്ദ്രൻ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം മുന്നിൽ നിന്ന് മണ്ഡലത്തിൽ നിന്നും വീണ്ടും AKM അഷ്റഫ് മുന്നിലേക്ക് വരികയാണ്. എന്തായാലും ശക്തമായ ഒരു പോരാട്ടം നടക്കുന്നു. ഏകപക്ഷീയമായ മുന്നേറ്റം UDF കേരളത്തിൽ നടത്തുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം മുഖ്യമന്ത്രിക്ക് പോലും അടിതെറ്റുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. തൃശ്ശൂരിലേക്ക് പോവുകയാണെങ്കിൽ കുന്നംകുളം AC മൊയ്തീൻ ഇപ്പോഴും അദ്ദേഹം മുന്നിൽ തന്നെയാണ്. മറ്റൊന്ന് വട്ടിയൂർക്കാവിൽ ഏറെ ശ്രദ്ധയാകർഷിച്ച ഒരു A ക്ലാസ് മണ്ഡലം വട്ടിയൂർക്കാവിൽ R ശ്രീലേഖ പിന്നിലാവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം K മുരളീധരൻ ഒരു വലിയ മുന്നേറ്റം അവിടെ ഉണ്ടാക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഇരിങ്ങാലക്കുടയിൽ R ബിന്ദു നിലവിലത്തെ മന്ത്രിയാണ്. R ബിന്ദു പിന്നിലേക്ക് പോകുന്നു. അവിടെ തോമസ് ഉണ്ണിയാടൻ മുന്നിലേക്ക് വരികയാണ്. എന്തായാലും ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് കോഴിക്കോടും കൊല്ലവും അടക്കമുള്ള കണ്ണൂർ അടക്കമുള്ള LDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒരു വലിയ നുഴഞ്ഞുകയറ്റം UDFന്റെ ഭാഗത്ത് നിന്ന് കോഴിക്കോട് സൗത്തിൽ ഒരു മുന്നേറ്റം തന്നെയാണ്. അത് ആദ്യഘട്ടം മുതൽക്ക് തന്നെ 340 വോട്ടുകൾക്ക് കോഴിക്കോട് സൗത്തിൽ റെനീഷ് മുന്നിൽ വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഈ മിനിറ്റുകളിൽ ഈ കണക്ക് നോക്കുകയാണെങ്കിൽ 96 സീറ്റുകളിലാണ് UDF ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. LDF 40 സീറ്റുകളിൽ, NDA 4 സീറ്റുകളിലായി. കൊല്ലത്താണെങ്കിൽ 11 സീറ്റുകളിൽ 8 UDF, 2 LDF, 1 NDA. പത്തനംതിട്ടയിൽ 5 3 UDF, 2 LDF എന്നുള്ള നിലയിൽ കാര്യങ്ങൾ പോകുന്നു. ശ്രീജ, ഈ കോഴിക്കോട് ജില്ല പേരാമ്പ്ര മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അവരുടെ ഔദ്യോഗികമായിട്ടുള്ള ചില അപ്ഡേഷൻ വരുന്നുണ്ട്. UDFന്റെ ഫാത്തിമ തെഹ്ലിയ 5542 വോട്ടുകളാണ് ഇതുവരെ നേടിയിട്ടുള്ളത്. LDFന്റെ കൺവീനർ കൂടിയായ TP രാമകൃഷ്ണൻ 3571 വോട്ടുകൾ, അതായത് 1971 വോട്ടിന്റെ ലീഡാണ് അവിടെ അഡ്വക്കേറ്റ് ഫാത്തിമ തെഹ്ലിയ നേടിയിരിക്കുന്നത്. തിരുവല്ലയിൽ വലിയൊരു മാറ്റം വരികയാണ്. അനൂപ് ആന്റണി മുന്നിൽ വരികയാണ്. ഒരു ശക്തമായ പോരാട്ടം നടന്ന തിരുവല്ലയിൽ അനൂപ് ആന്റണി NDA സ്ഥാനാർത്ഥി മുന്നിലേക്ക് വരികയാണ്. അവിടെ മാത്യു ടി തോമസ് ഉണ്ട്. അതോടൊപ്പം തന്നെ UDF സ്ഥാനാർത്ഥിയെ പിന്നിലാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു കടന്നുവരവ്. പലയിടത്തും NDAയുടെ ശക്തമായ ഒരു പോരാട്ടം. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ ഒരു തൂക്കുമന്ത്രിസഭ വരുമോ? കാര്യങ്ങളൊക്കെ മാറി മറിയുകയാണ്. പലയിടത്തും NDAയുടെ മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. ചുവപ്പ് കോട്ടകൾ തകർന്നു. UDFന്റെ ഒരു തേരോട്ടം. തീർച്ചയായിട്ടും 100 അടിക്കുക എന്നുള്ളത് തന്നെയാണ് UDF ഇപ്പോൾ നോക്കുന്നത്. കേവലം 2 സീറ്റുകളിൽ മാത്രം ലീഡ് തന്നെ നമുക്ക് പറയുമ്പോൾ മനസ്സിലാകും 100ലേക്ക് എത്തുകയാണ്. 2 എണ്ണം മാത്രം മതി. 98 37ലേക്ക് LDF ചുരുങ്ങുകയാണ്. 37 എന്ന നിലയിലേക്ക് സീറ്റിലേക്ക് LDFന്റെ ലീഡ് നില ചുരുങ്ങുന്നു. NDA 5 അതും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ NDA ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. CR മഹേഷ് തന്നെയാണ് മുന്നിലേക്ക് പോകുന്നത്. ചവറയിൽ ഷിബു ബേബി ജോൺ ശക്തമായി മുന്നേറുന്നു. ഒപ്പം തന്നെ കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ 629 വോട്ട്. പാല വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാണി സി കാപ്പൻ ഉറച്ച നേട്ടത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച. തുടക്കം മുതൽ മാണി സി കാപ്പന്റെ ഒരു മുന്നേറ്റം തന്നെയാണ് പാലയിൽ കാണാൻ സാധിക്കുന്നത്. യൂട്യൂബിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് മുഖ്യമന്ത്രിക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അവിടെ ഇപ്പോഴും EP അബ്ദുൾ റഷീദ് 733 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. ധർമ്മടത്ത് എന്നുള്ള വാർത്ത അതാണ്. അപ്പോൾ മുഖ്യമന്ത്രി ഇപ്പോഴും പിന്നിട്ട് നിൽക്കുകയാണ്. മുഖ്യമന്ത്രി മാത്രമല്ല, ഇടതുമുന്നണി കൺവീനറും പിന്നിട്ട് നിൽക്കുന്നു. അങ്ങനെ സർക്കാരിനെ നയിച്ച മുഖ്യമന്ത്രിയും മുന്നണിയെ നയിച്ച കൺവീനറും ഇപ്പോൾ പിന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സതീഷ് കൊച്ചുപറമ്പിൽ 3825 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. പാലക്കാട് എന്ത് സംഭവിക്കുന്നു? പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മുന്നിലെത്തുകയാണ്. 2145 വോട്ടിന്റെ ലീഡാണ് പാലക്കാട് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ NDA സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. NMR റസാഖും രമേശ് മിഷാരുടെയും പിന്നിലേക്ക് പോകുന്നു. വലിയൊരു അപ്ഡേഷനാണ്. 2145 വോട്ടുകൾക്ക് പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ മുന്നിലേക്ക് എത്തുകയാണ്. NDAയുടെ ലീഡ് നില 5 സംസ്ഥാനത്താകെ 5 ഉയരുകയാണ്. ഇതാ 2145 എന്നുള്ളതാണ് ഇപ്പോൾ പാലക്കാട് ശോഭാ സുരേന്ദ്രന്റെ. പാലക്കാട് സ്വാഭാവികമായും ഇപ്പോൾ വോട്ടിംഗ് മെഷീനിൽ വോട്ടെണ്ണൽ തുടങ്ങിയിരിക്കുന്നത് നഗരസഭാ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ്. BJPയുടെ ശക്തി കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അവിടെ വോട്ടെണ്ണൽ നടക്കുന്നത്. സ്വാഭാവികമായും അവിടെ BJPക്ക് അവിടെ ഒരു ലീഡ് വരേണ്ടതാണ്. അവിടെ BJPക്ക് ലീഡ് വന്നില്ല എങ്കിൽ അതിനർത്ഥമെന്ന് വെച്ചാൽ BJPക്ക് വലിയ തിരിച്ചടി സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അവിടെ 2021 സംഭവിച്ചതുപോലെ ഈ ശ്രീധരൻ മത്സരിച്ചപ്പോൾ സംഭവിച്ചതുപോലെ തന്നെ കൃത്യമായൊരു ലീഡ് ഇപ്പോൾ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ നേടിയിട്ടുണ്ട്. മറ്റ് സ്ഥലങ്ങളിലേക്ക് പിരായിരി, കണ്ണാടി, മാത്തൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് കൂടി വോട്ടെണ്ണൽ പോകുമ്പോൾ ശോഭാ സുരേന്ദ്രന് ഈ ലീഡ് അതുപോലെ നിലനിർത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. അതുപോലെ നിലനിർത്താൻ കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ അവിടെ നിന്നൊരു മിന്നും വിജയം നേടാൻ കഴിയും. ഇല്ലെങ്കിൽ ഈ ലീഡ് നിലയിൽ മാറ്റിമറിച്ചിലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയും. 9 മന്ത്രിമാരായിരുന്നുവെങ്കിൽ ഇപ്പോൾ 14 മന്ത്രിമാർ പിന്നിലാണ് എന്നുള്ള വാർത്തയാണ് വരുന്നത്. മന്ത്രിമാർ എല്ലാവരും പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ച. ബൽറാം 371 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. അതായത് മന്ത്രി MB രാജേഷ് പിന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് അതിനർത്ഥം. ആലപ്പുഴയിൽ AD തോമസ് 305 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. AD തോമസിന് എതിർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് PP ചിത്ര
ചിത്തരഞ്ജനാണ്. അതായത് എ ഡി തോമസ് ആ ഭാഗത്ത് തന്നെയുള്ള അവിടെ മത്സ്യത്തൊഴിലാളി മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോഴും കടലിൽ പോയി അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു യുവ നേതാവാണ് തോമസ്. ആ തോമസിന് ആ ഒരു മേൽക്കൈ ആ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലുണ്ടായിരുന്നു. അത് ശരിവെക്കുന്ന രീതിയിൽ ഒരു നേരിയ ലീഡ് നില ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു. ചിറയൻകീഴിൽ രമ്യ ഹരിദാസ് മുന്നിൽ വരികയാണ്. ഒരു ഘട്ടത്തിൽ BS അനൂപ് വലിയ ഒരു പോരാട്ടം കാഴ്ചവെച്ച സ്ഥലമാണ് തിരുവനന്തപുരം ചിറയൻകീഴിൽ. രമ്യ ഹരിദാസ് ഇപ്പോൾ മുന്നിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ശക്തമായ പോരാട്ടം നടക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആർ ബിന്ദു വീണ്ടും പിന്നിൽ തന്നെയാണ്. ഇരിങ്ങാലക്കുടയിൽ ആർ ബിന്ദു പിന്നിൽ തന്നെയാണ്. തോമസ് ഉണ്ണിയേടൻ അദ്ദേഹത്തിന്റെ 7ാമത്തെ മത്സരമാണ്. അവിടെ കൃത്യമായ ലീഡ് നില അദ്ദേഹത്തിന് ഉയർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും മലമ്പുഴയിൽ LDF ലീഡ് ചെയ്യുന്നു. A പ്രഭാകരൻ 4500 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അത് അപ്രതീക്ഷിതമല്ല. മലമ്പുഴ ഇടത് കോട്ടയാണ്. അവിടെ MLA-യുടെ വ്യക്തിപ്രഭാവം ഉൾപ്പെടെയുള്ളവ പ്രകടമായിരുന്നു. 4500 വോട്ടുകൾക്ക് അദ്ദേഹം ലീഡ് ചെയ്ത് മുന്നേറുകയാണ്. ശക്തമായ പോരാട്ടം നടക്കുന്ന അമ്പലപ്പുഴയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. H സലാമായിരുന്നു നേരത്തെ മുന്നിലെങ്കിൽ ഇപ്പോൾ G സുധാകരൻ മുന്നോട്ട് വരികയാണ്. അദ്ദേഹത്തിന്റെ ലീഡ് ഉയരുന്ന ഒരു കാഴ്ച അമ്പലപ്പുഴയിൽ നിന്നും. തീർച്ചയായും അദ്ദേഹം ക്രമാനുഗതമായി അദ്ദേഹത്തിന്റെ ലീഡ് നില ഉയർത്തുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കാസർഗോഡ് തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരുടെ മുന്നേറ്റം. അദ്ദേഹം കൃത്യമായി തന്നെ മുന്നേറുകയാണ്. മാത്രമല്ല VPP മുസ്തഫ LDFിന്റെ സ്ഥാനാർത്ഥി അദ്ദേഹം പിന്നിലേക്ക് പോകുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ആകെയുള്ള ഒരു ചിത്രം ഒന്നുകൂടെ പരിശോധിക്കുകയാണെങ്കിൽ 97 UDF-ഉം 38 LDF-ഉം 5 NDA-യും എന്നുള്ളതാണ് ഈ നിലവിൽ സംസ്ഥാനത്തെ ആകെ ചിത്രം എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട മന്ത്രിമാരൊക്കെ ശോഭാ സുരേന്ദ്രൻ തന്റെ ലീഡ് 6834 ഉയർത്തിയിരിക്കുന്നു. പാലക്കാട് ശോഭാ സുരേന്ദ്രന്റെ ലീഡ് 3 ഇരട്ടി. നേരത്തെ 415 ഇപ്പോൾ 6834 ശോഭാ സുരേന്ദ്രൻ തന്നെ ലീഡ് ഉയർത്തിയിരിക്കുന്ന ഒരു വ്യക്തമായ ലീഡിലേക്ക് പോകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വോട്ട് എണ്ണുന്ന കേന്ദ്രങ്ങൾ വളരെ പ്രധാനമാണ്. ഇപ്പോൾ പാലക്കാട് നഗരസഭാ പ്രദേശങ്ങളാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. ഈ ലീഡ് ഈ നിലയിലോ അതിന് മുകളിലേക്കോ ഉയർത്തി മുന്നോട്ട് പോകാൻ ശോഭാ സുരേന്ദ്രന് കഴിയണം. എന്നാൽ മാത്രമേ ഈ നേരത്തെ പറഞ്ഞതുപോലെ മാത്തൂരും കണ്ണാടിയും പിരായിരിയും ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലേക്ക് എത്തുമ്പോൾ ശോഭാ സുരേന്ദ്രന് അവിടെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇതുവരെയും ഇതിൻ്റെ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തുടങ്ങുന്ന ഘട്ടം മുതൽ ഇതുവരെയും രമേശ് പിഷാരടി ചിത്രത്തിലേക്ക് വന്നിട്ടില്ല. NMR റസാഖ് ഇടത് സ്ഥാനാർത്ഥി പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്ന ഘട്ടത്തിൽ അദ്ദേഹം മുന്നിട്ട് നിന്നിരുന്നു. പക്ഷേ രമേശ് പിഷാരടിക്ക് ഒരു ഘട്ടത്തിൽ പോലും മുന്നിലേക്ക് വരാൻ സാധിച്ചിരുന്നില്ല. തീർച്ചയായിട്ടും മഞ്ചേശ്വരത്ത് UDF ഇപ്പോൾ ലീഡ് നില തിരിച്ചു പിടിക്കുകയാണ്. K സുരേന്ദ്രൻ പിന്നിലാകുന്നു. AK അഷ്റഫ് സിറ്റിംഗ് MLA അദ്ദേഹം ലീഡ് നില തിരിച്ചു വരുന്നു. എന്തായാലും അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ UDFന് സാധിക്കുന്നു.